Good afternoon, all. Yes, unmuted. Okay. Good afternoon, madam. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Good afternoon. So, how are you all? I'm fine. Fine. Okay. Ready ആണോ എല്ലാവരും? Yes, madam. Ready? Yes, ma'am. Prepared ആണോ? Active ആണോ? Yes. Yes, madam. Okay. രണ്ടുപേരും മാത്രം ആക്റ്റീവ് ആയിട്ടുള്ളോ? ബാക്കി ആരും ഉണ്ടാത്തേ? ടീച്ചർക്ക് ആക്റ്റീവ് ആണോ? എന്തോ? ടീച്ചർക്ക് സുഖമാണോന്ന്? സുഖം. പറയൂ, നിങ്ങൾ ആക്റ്റീവ് ആണ്. എനിക്ക് അത് മാത്രം കാണുന്നു. Yes, madam. Yes, madam. Yes, ma'am. ഇത്രേ ഉള്ളൂ. പ്രിപ്പയർഡ് ആണോ? ഒരു 2 ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? പറഞ്ഞോ? എന്താ ടോപ്പിക് തന്നിട്ടത് മിണ്ടാത്തേ? ഏതൊക്കെയായിരുന്നു ടോപ്പിക്? Teaching and God's own country. Yes. So, പ്രിപ്പയർഡ് ആണോ എല്ലാവരും? ഏത് ടോപ്പിക് വേണം? നമുക്ക് 2 ഡിസ്കസ് ചെയ്യാം അല്ലെ? രണ്ടും പറയാം. ഓക്കെ? ഹൂസ് ഫസ്റ്റ്? ആരാണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. പ്രസന്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഞാൻ ഓരോ പേര് അതിനനുസരിച്ചിട്ട് വിളിക്കാം. ഓക്കെ, പേര് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. ടെക്സ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല, സ്റ്റാലല്ല. ഓക്കെ, വെക്കൊണ്ടിരിക്കുകയാണ്. ആരും സംസാരിക്കുന്നില്ല, ആണോ? ആരും റെഡിയല്ല? അഞ്ജന. ഓക്കെ, നെക്സ്റ്റ്. എല്ലാവരും പേടിയൊന്നും വേണ്ട കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയാം, പേടിയൊന്നും വേണ്ട. അല്ലാതെ നിങ്ങൾ പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വന്നിരിക്കുന്നതല്ല. ഓക്കെ, അത് ഫസ്റ്റ് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യം ഈ പേരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കിയേ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ആർക്കും കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് വരണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ തന്നെ മാറ്റിയാലേ അത് മാറുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ എത്ര വർത്താനം പറഞ്ഞു, എന്തൊക്കെ മോട്ടിവേഷൻ പറഞ്ഞാലും നിങ്ങൾ മാറുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മാറില്ല. മനസ്സിലായോ? സ്വയം മാറ്റേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ടായില്ല അല്ലെ? ഇംഗ്ലീഷ് എല്ലാ തിയറീസും പഠിച്ചത് കൊണ്ടായില്ല. ഇത് സംസാരിക്കണ്ടേ? നമുക്ക് പഠിച്ച കാര്യം എവിടെയെങ്കിലും പോയിട്ട് അപ്ലൈ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ അല്ലെ? ആ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? കോൺഫിഡൻസ് വേണം. വേണോ? കോൺഫിഡൻസ് വേണം. ഒരു ടെൻഷനിലാണ്ട് നമ്മള് ഫിയർ ഇല്ലാണ്ട് ഇതെല്ലാം നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. സോ കോൺഫിഡൻസ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വരുത്തേണ്ട ഒന്നാണ്. പേര് ടെക്സ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ 2 പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ആർക്കും കോൺഫിഡൻസ് ഇല്ല എന്നർത്ഥം. ടെക്സ്റ്റ് ചെയ്യാനെങ്കിൽ അവർ കോൺഫിഡൻസ് കാണിക്കാം മാക്സിമം. ടീച്ചർ, ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ്. എന്താ ക്ലാസ് കണ്ടില്ലേ ടീച്ചറുടെ? എന്താ ടീച്ചർ പറയണെന്ന് മനസ്സിലാവില്ല എനിക്ക്, ഞാൻ കണ്ടിട്ടില്ല.
ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ ഒരു ക്ലാസ് ഫസ്റ്റ് കണ്ടിട്ടുണ്ട്, പിന്നെ ഈ ഒരാഴ്ചയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡ് കണ്ടിട്ടില്ല. ഇനി നാളെ തൊട്ട് കാണണം. ഒരു ജോലിയിലായിരുന്നേ, കാണാൻ പറ്റിയിട്ടില്ല. ടീച്ചർ ഇപ്പൊ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്തു. ഓക്കെ, പ്രപ്പോസിഷൻ അങ്ങനെ കുറച്ച് നമ്മുടെ പാർട്സ് സ്പീച്ചില് കുറച്ച് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം റെക്കോർഡ് ക്ലാസ് കാണാണ്ടോ സജിത? ഞാൻ കാണാം മിസ്, കാണാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 2 ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞു ഓക്കെ ഞാൻ സംസാരിക്കാൻ മിസ്, ഞങ്ങൾ എല്ലാവരും റെഡിയാണ് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ക്ലാസ്സിൽ വന്നപ്പോ ആരും കിട്ടുന്നില്ല. അതെയോ? ഇൻട്രൊഡക്ഷൻ ആണോ മിസ്? എന്താണ് ഇൻട്രൊഡക്ഷൻ അല്ല, ടോപ്പിക് ഗോഡ്സ് ഓൺ കൺട്രി. കേരള ഇസ് എ ഗോഡ്സ് ഓൺ കൺട്രി. ദെൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ 2 ടോപ്പിക്കാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, ശരി. അപ്പൊ സജിതയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇവരോട്? കോൺഫിഡൻസ് ആയിട്ട് പറയുക, അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിലോ പറയുക. പിന്നെ തെറ്റാണെങ്കിൽ ടീച്ചർ ക്ഷമിക്കുമല്ലോ. അപ്പൊ വേഗം ടൈപ്പ് ചെയ്യുക, ഞാനുണ്ട് അല്ലേ? എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. തെറ്റായാലും കുഴപ്പമില്ലല്ലോ മിസ്. പിന്നെ തെറ്റിക്കോട്ടെ, നിങ്ങൾ തെറ്റേ പറയുള്ളൂ, എനിക്കറിയാം. അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ സംസാരിക്കണം, എന്തെങ്കിലും സംസാരിക്കണം. ഓക്കെ ഓക്കെ, വേഗം പറയും. പെട്ടെന്നാവട്ടെ, എല്ലാ ക്ലാസ്സിലെ പോലെ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്ക് ഓക്കെ മിസ് നിങ്ങൾ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ട്രൈ ചെയ്യുന്നില്ല. 2 പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഒരു കാര്യം ചെയ്യും, അവര് പറയും. അഞ്ജന. Yes, ma'am. Yeah, start ചെയ്തു അഞ്ജന. Can start now. Which Gods on topic? country. Yeah. Okay, Kerala is the gods of country. We can. Kerala is a beautiful state of India. India is the largest domestic country in the world. There are many languages. Hindi is the national language of India. Your country is a beautiful land full of wonders. We are love your country and we are proud of to be India. കഴിഞ്ഞു. ഇനി മറ്റൊരു ടോപ്പിക്കോ ടീച്ചർ? ആ ടോപ്പിക്കോ ടീച്ചറെ കുറിച്ചിട്ടാട്ടോ എഴുതിയത്. Teacher is an important person in everyone's life. They are your school a person. They give us knowledge. They motivate and inspire us to work. Every student is equal in the Teachers Day celebrated on 5th September every year. കഴിഞ്ഞു. ഓക്കെ, അഞ്ജനക്ക് എന്ത് തോന്നിയത് സംസാരിച്ചപ്പോ? ഇത് മോൾക്ക് LKG UKG ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയതാണ്. അവർക്ക് ടീച്ചറെ കുറിച്ചും ഗോഡ്സ് ഓൺ കൺട്രിയെ കുറിച്ചൊക്കെ എഴുതാണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ഇങ്ങനെ എഴുതിയതാണ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും പറഞ്ഞോളൂ, മടിക്കാതെ. എന്തിനാ പേടിക്കുന്നത്? അതെ, എന്തിനാ പേടിക്കുന്നത്? ഇനി ആരാ ഒരാളും കൂടെ ഉണ്ടായിരുന്നോ? ഷഹനാസ്. യെസ് മിസ്. മിസ്, ഞാൻ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ചെയ്തത്, കേരള. Okay. Good afternoon all. I'm here to talk to you about Kerala, the God's own country. Kerala is a state in India. It was formed in 5th November 1956. Kerala is also known as God's own country. The official language of Kerala is Malayalam.
It is divided into 14 districts. It is full of greenery, rivers, mountains, etc. Thank you. That's all. That's all. Simple and humble. Okay. ഇനി നെക്സ്റ്റ് ആരാ? Anyone? No. ആരുമില്ല. ചിന്നു. ചിന്നു. Hello, Miss. Chinu, പറയൂ Chinu. Can you talk about any one topic? Any topic? ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ, അത് പറഞ്ഞാൽ മതിയോ മിസ്സേ? Okay, പറയൂ. ഒരു 2-3 ലൈൻസ് ഒക്കെ ഉള്ളൂ. Okay. My topic is Kerala is the God's own country. Kerala is the most beautiful and unique state, having its own culture, beauty, and festivals. That's why Kerala is known as the God's own country. Kerala is rich in backwaters, rivers, beaches, paddy fields, and hills, and most various plantations in there. And അത്രേ ഉള്ളൂ മിസ്സേ. അത്രയേ ഉള്ളൂ. എന്താണ് പേര് പറയാനേ? എന്താണ് പേര് പറയാനേ? അത് കുറച്ച് എഴുതിയിട്ടുള്ളായിരുന്നു, അതാരം കൊണ്ട് ഞാൻ പിന്നെ പേര് പറയാതിരുന്നത്. അതൊന്നും വിഷയമല്ല, കുറച്ചും കൂടുതലോ സംസാരിക്കാൻ റെഡിയാണെങ്കിൽ പേര് പറയും. ഓക്കെ, ഇനി പറയാം കേട്ടോ. പറയാം മിസ്സേ. നെക്സ്റ്റ് ശാലിനി. Yes, Miss. Yes, Shalini. Tell me about any topic. It's your wish. Hello, Miss. Clear ആവണില്ല? കേൾക്കുന്നുണ്ട്, പറയൂ ശാലിനി. Good afternoon to all. I'll speak the topic in Kerala is known as a God's own country. കേൾക്കാവോ മിസ്സേ? കേൾക്കാവോ? കേൾക്കാം. The official language of Kerala is Malayalam. Kerala is formed in 1st November 1956. The capital of Kerala in Tirunelveli. There are 14 districts in Kerala. Onam is most important festival in Kerala. Kerala is located in southern western part of India. ഇത്രയും പോരെ മിസ്സേ? Okay, next Sharma. Sharma Sher. ഷൗമ, പേര് കറക്റ്റ് ആണോ ഞാൻ പ്രൊണൗൺസ് ചെയ്തത്? നെക്സ്റ്റ് ആൻസി. ആൻസി അല്ല. Hi, Miss. Good afternoon. Kerala is known as God's own country and is the official language is Malayalam. Trivandrum is the capital of Kerala. It is divided into 40 districts. Kerala was formed in November 1st, 1956. Onam is the popular festival in Kerala. The main dance forms in Kerala are Kathakali, Mohiniyattam. The famous place of Kerala are Periyar, Munnar, Kovalam Beach, Guruvayur, Wayanad, etc. അത്രയൊക്കെ ഉള്ളൂ. Okay. Next Manoj Sri. Manoj Sri എന്നാണ് പേര്, പ്രൊഫൈൽ നെയിം.
യെസ് പറയൂ. മാം എനിക്ക് സുഖമില്ലാതിരിക്കും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതായത് കൊണ്ട് ഇപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഓക്കെ. മറീന ജോർജ്. Marina George, are you there? Manida Manoj. Manida Manoj. Gobika Suresh. Okay, then Nancy Jura. No response. Okay. ഞങ്ങൾ സംസാരിക്കാൻ റെഡി അല്ലെങ്കിൽ ഞാൻ ടോപ്പ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ. സോ ഇനി അടുത്ത ക്ലാസ്സില് സപ്പോസ് ഇനി ടോപ്പിക് തന്നാല് ആരെങ്കിലും സംസാരിക്കാൻ റെഡി ആണോ? അല്ലാതെ ഞാനെങ്കിലും വിളിക്കുമ്പോ മിണ്ടാതിരുന്ന കാര്യമില്ല. ആരെങ്കിലും വിളിക്കുമ്പോ സംസാരിക്കാൻ റെഡി ആണോ? റെഡി ആണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാം. എനി ഇമോജീസ് ഓർ എനി ടെക്സ്റ്റ് മെസ്സേജ്. സംസാരിക്കാൻ റെഡി ആണെങ്കിൽ, റെഡി ആയവർ. ഇപ്പോഴല്ല, നീ എപ്പോഴെങ്കിലും. അടുത്ത ക്ലാസ്സിൽ പറയാം മിസ് ഞാൻ. ഓക്കെ, സജിത ഓക്കെ ആണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം മിസ്സേ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് ടോപ്പിക് ഒന്ന് ക്യാൻസൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ സംസാരിക്കാൻ. മാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇനി ആരെങ്കിലും? ഹലോ കേൾക്കുന്നുണ്ടോ? എന്തോ? ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കാം. ഞാനേ എന്റെ പേര് വിളിച്ചത് കേട്ടില്ല. നമ്മ പറഞ്ഞപ്പോഴാ കേട്ടത്. അപ്പുറത്തായിരുന്നു. ഞാൻ 2 വാക്ക് പറയാം കേരളത്തിനെ കുറിച്ച്. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാ മതിയോ? ഓക്കെ, പറയണം. പറയാം. അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയാം. ടീച്ചറിനെ പറ്റിയിട്ടും പിന്നെ കേരളനെ പറ്റിയിട്ടാണോ? ഇല്ല, നമുക്ക് ടോപ്പിക് വേറെ ടോപ്പിക് പറയാം. ഓക്കെ. ഇനി എത്ര പേർ റെഡി ആണ് അതെനിക്ക് മാത്രം അതറിയണം. അതായത് മാത്രമേ ഞാൻ ടോപ്പിക് തരുള്ളൂ. അല്ലാതെ വെറുതെ ടോപ്പിക് തന്നത് കുറച്ച് പേര് മാത്രം സംസാരിച്ച് ബാക്കി ആരും ഇണ്ടാതിരുന്ന് അത് നടക്കില്ല. പറയൂ. ശാലിനി പറയാം മിസ്സേ. എന്തോ? പറയാം അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ആരെങ്കിലും? ഞാനും പറയാം അടുത്ത ക്ലാസ്സിൽ. അഞ്ജന റെഡിയാണ്. യെസ്, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ടോപ്പിക് തരുന്നത്. ഇംഗ്ലീഷ് വെറുതെ ഇങ്ങനെ തിയറി മാത്രം പഠിച്ചത് കൊണ്ടായില്ല. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഗ്രാമർ പഠിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇല്ല കേട്ടോ. അത് നിങ്ങൾ എത്ര ഗ്രാമർ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഷുവർ ആണ്, 100% ഷുവർ ആണ്. ഓക്കെ, ആ ഒരു വേർഡെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അത് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വേറൊരാളെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെന്റൻസ് വരണ്ടേ, അല്ലെ? അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചു ഗ്രാമർ, ഇവിടെ ഹാസ് ഉപയോഗിക്കാം, ഇവിടെ ഹാവ് ഉപയോഗിക്കാം. ഓക്കെ, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾക്ക് ആലോചിച്ചിരിക്കുമ്പോൾ ആളുടെ വഴിക്ക് പോകും. മനസ്സിലായോ? അതാണ് ഗ്രാമർ. ഗ്രാമർ എല്ലാം ആലോചിച്ചു ഞാൻ പറയുന്നത് കറക്റ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ ഓരോ ഇങ്ങനെ ആലോചിച്ചെടുക്കുമ്പോൾ ആളുടെ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഒരാൾ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ലാംഗ്വേജ് ആണ്. നമ്മൾ മലയാളം ആലോചിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ പ്രസന്റ് ആണോ എന്ന് ആലോചിച്ചിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷും വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.
നമ്മൾ മലയാളം പഠിച്ചത് എങ്ങനെയാണ്? മലയാളത്തിന്റെ ഗ്രാമർ എപ്പോഴും നിങ്ങൾക്ക് അറിയോ? ഇല്ല, ഗ്രാമർ പഠിച്ചിട്ടില്ല. ഫസ്റ്റ് നമ്മൾ പറയാൻ പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. പക്ഷെ നമുക്ക് ഓർമ്മയില്ലാത്ത സമയത്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചു എന്ന് പോലും ഓർമ്മയില്ല. കുഞ്ഞിലേ മുതൽ പ്രാക്ടീസ് ചെയ്തു, കേട്ട് കേട്ട് പറഞ്ഞു. പറയുന്നത് മുഴുവൻ പൊട്ടത്തേക്കാണ്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അറിയാലോ, മക്കൾ എങ്ങനെയാ മലയാളം പറയുന്നത്? കറക്റ്റ് ആണോ പറയുന്നത്? പെർഫെക്റ്റ് ആയിട്ടോ പറയുന്നത്? അവര് പഠിച്ചു വരുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളായത് കൊണ്ടൊക്കെ നമ്മൾ പെടങ്ങുന്നില്ല, ചീത്ത പറയുന്നില്ല, കളിയാക്കുന്നില്ല. ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ പഠിക്കണ്ടേ? കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് ടെൻഷൻ അടിക്കുന്നുണ്ട്, അയ്യോ അയാൾ എങ്ങനെ വിചാരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, അവർക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല. അങ്ങനെ വേണം, അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് മറ്റുള്ള കളിയാക്കോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ടീച്ചർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാല് അങ്ങനെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല, ആൾക്കാരൊന്നും വിചാരിക്കില്ല. പ്രത്യേകിച്ച് ക്ലാസ്, നമ്മുടെ ഈ ക്ലാസ് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളെ എപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് എത്ര പേരുണ്ടോ? അവരെന്താ വിചാരിക്കുക? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു, അവരൊന്നും വിചാരിക്കില്ല, അവർ കേട്ടിരിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ ഒന്നും അവർ വരില്ല. മനസ്സിലായോ? അല്ലാതെ അത് ഓർത്ത് വെച്ചിട്ട് പോകും. അവൾ ഇങ്ങനെയാണ് പറഞ്ഞ് അവള് വേറെ എവിടെയെങ്കിലും പോയി ഇതിന് ഫ്രണ്ട്സിനോട് പോയി പറയൂ? ഒരിക്കലുമില്ല. അത് ക്ലാസ്സിൽ സംസാരിച്ചു, അവിടെ വെച്ച് അവസാനം ആ ടോപ്പിക് അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ക്ലാസ് കഴിയുമ്പോ ശരി, ആള് സംസാരിച്ചതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അവരെ പോലെ നമുക്ക് സംസാരിക്കണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഓക്കെ, ഇതൊക്കെ പറയുന്നോണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇതിലേ കേട്ട് ഇതിലേ ഇവിടെ എഴുതിട്ടോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? സ്വയം മാറാം. ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ആരും സംസാരിക്കില്ല. അൺമ്യൂട്ട് ചെയ്യാൻ വളരെ ടെൻഷനാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പോലും ടെൻഷനാണ്. മനസ്സിലായോ? ഫസ്റ്റ് അങ്ങനെയാണ്. അത് നമ്മൾ ചെയ്ത് അത് സംസാരിച്ച് നമുക്കത് യൂസ്ഡ് ആവും. പിന്നെ പേടി ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, എന്തും പറയാം, എന്ത് സംശയവും ചോദിക്കാം. ഓക്കെ, സോ മാറാ. കോഴ്സ് കംപ്ലീറ്റ് ആയി പോയവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ക്ലാസ്സിൽ നന്നായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ ഫോളോ ചെയ്തവര് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ക്ലാസ്സിൽ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ലെഫ്റ്റ് ആയി പോകായിരുന്നല്ലോ, അല്ലെ? സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്, അല്ലെ? നമ്മള് പുറത്ത് പോയി ഫുഡ് കഴിക്കുകയാണ്, അല്ലെ? എല്ലാരും പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്. അവിടെ ഒരു പാട്ട് കഴിച്ചപ്പോ ഒരു ബിരിയാണി ആവട്ടെ, ബിരിയാണി നമ്മൾ പുറത്തേക്ക് കഴിച്ചു. ആ സെയിം ടേസ്റ്റില് വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? സെയിം ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രവർത്തിക്കും, അല്ലെ? അതുപോലെ കുക്ക് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? അതുമാതിരി ഉണ്ടാക്കാൻ പറ്റും. സെയിം ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അതിനടുത്തെങ്കിലും എത്തും, അല്ലെ? അതെ. ഒരു കാര്യം ചെയ്യട്ടോ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരോട് ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ചോദിക്കോ? അപ്പൊ അവരെന്ത് പറയും? മനസ്സിലായോ? ഒന്നും നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല. എന്ത് സ്കില്ലായിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് അത്ര എളുപ്പത്തിൽ ഒരിക്കലും കിട്ടില്ല. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു സ്കില്ല് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കാം. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മളെ കൊണ്ട് എന്തും പറ്റും. നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നിർത്താൻ പറ്റും. ശരിയല്ലേ? കുക്കിംഗ് പഠിച്ച് പാസ്സായിട്ടാണോ എല്ലാവരും ഇപ്പൊ വീട്ടില് കുക്ക് ചെയ്യുന്നത്?
ഇല്ല. ഇല്ല. പിന്നെ എന്താ ചെയ്തേ? ഇതെല്ലാം പഠിച്ച് അല്ലെ ഒരു 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 ഡിഷ് വെക്കാൻ പോലും അറിയില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ കല്യാണത്തിന് മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു അടുക്കളയിൽ കയറുന്നത്? വീട്ടിലൊന്നും ചെയ്യില്ല. അപ്പൊ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ എല്ലാം ചെയ്തു. എല്ലാം ചെയ്യും. പഠിച്ചിട്ടല്ലേ ഇതൊന്നും ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ? കേട്ട് പഠിച്ചിട്ടാണോ? തിയറി മുഴുവനും പഠിച്ചു. അമ്മനോട് വിളിച്ച് ചോദിക്കും എങ്ങനെയാ വെക്കണ്ടേ? തിയറി മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് മാത്രം സാമ്പാറാകോ? ഇല്ല. പ്രാക്ടീസ് ചെയ്യണം അല്ലെ? ഓരോന്ന് ആ തിയറിയിൽ പറഞ്ഞ എന്താണോ അത് നമ്മൾ ഇവിടെ ചെയ്താൽ മാത്രമേ എന്താണ് ഒരു ഡിഷ് ഫ്രണ്ടിൽ വന്നിരിക്കും. കുക്ക് ചെയ്ത് റെഡി ആയി കൊണ്ടുവരും അല്ലെ? സെറ്റ് ആവും. പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് എന്തോ ഒരുപാട് തിയറി ഇംഗ്ലീഷില് ഒരുപാട് ഗ്രാമർ ഉണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണ്ടേ? വേണോ? യെസ്. ഓക്കെ ആണ്. ഇനി സെറ്റ് ആണോ? ഓക്കെ. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് സത്യത്തിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ മടി. തെറ്റിപ്പോന്നുള്ള പേടി. ആദ്യം മിസ് തെറ്റുമോന്ന് പേടി. കേട്ടാ മനസ്സിലാവും, പക്ഷെ അവര് എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെ ഒരു ടെൻഷൻ. കേട്ട് അത്യാവശ്യം മനസ്സിലാകും കാര്യങ്ങള്, പക്ഷെ അങ്ങോട്ട് തിരിച്ചു പറയുമ്പോ ഒരു ഭയം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്താണ് പറയാനുള്ളത്? എല്ലാവരും പറയൂ. നിങ്ങൾ എല്ലാവരും ഒപ്പിനിയൻ കേൾക്കണം. ഇംഗ്ലീഷിലാക്കി സംസാരിക്കാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺ ദ സ്പോട്ടിൽ ചോദിച്ചതല്ലോ. ഓൺ ദ സ്പോട്ടിൽ ചോദിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം വാക്കുകൾ കിട്ടുന്നില്ല, പേടിയാകുന്നു, തെറ്റോന്ന് പേടിയാകുന്നു. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വരൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ? ഒരു ടോപ്പിക് തരാം, നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരൂ, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സംസാരിച്ചിട്ടാണ് നമ്മൾ പേടി മാറ്റുന്നത്. മനസ്സിലായോ? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നേ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഇപ്പോ ശാലിനി ക്ലാസ്സില് ഒരു ഇംഗ്ലീഷ് ടോപ്പിക് എടുത്ത് സംസാരിച്ചു. ശാലിനി ഒഴികെ ബാക്കി എല്ലാ സ്റ്റുഡൻസും നിങ്ങൾ എന്താ ചിന്തിക്കുക? ഓരോരുത്തരൊന്ന് പറഞ്ഞേ, നിങ്ങൾ എന്താ ചിന്തിക്കുക? ശാലിനി സംസാരിച്ച് കഴിഞ്ഞു, നിങ്ങൾ എന്താ ചിന്തിക്കും? നിങ്ങൾ എന്താ വിചാരിക്കുക? അതുപോലെ നമുക്കും പറ്റണേ. ഓക്കെ. ഇനി വേറെ ഒപ്പീനിയൻ പറയൂ എല്ലാവരും. ഗോപിക എന്ത് ചിന്തിക്കും? ഹലോ മാം. ഗോപിനോട് പറയുമ്പോ എന്ത് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പറയൂ. ശാലിനി സംസാരിച്ച് കഴിഞ്ഞു, നിങ്ങൾ എന്താ വിചാരിക്കുക? ശാലിനിയെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കും? മോശമാണ് വിചാരിക്കും എന്തെങ്കിലും? ഓക്കെ. അങ്ങനെ പറയില്ല. ആരും പറയില്ലല്ലോ. ശാലിനി ഇനിയിപ്പോ വേറെ ആരെങ്കിലും സംസാരിച്ചോന്ന് ചോദിക്കും, ശാലിനി എന്ത് വിചാരിക്കും? അതുപോലെ എനിക്കും പറ്റണേന്ന്. പിന്നെ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നേ? ക്ലാസ്സിലിരിക്കുന്നവരൊന്നും വിചാരിക്കില്ല എന്നിപ്പോ മനസ്സിലായില്ലേ? പിന്നെ എന്താണ് വിഷയം? നിങ്ങള് ക്ലാസ്സിലുള്ളവര് തമ്മില് നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അറിയില്ല മാഡം. ഗ്രൂപ്പിലില്ല, എല്ലാരും ഒന്നും ഗ്രൂപ്പില്ല. ഞാനൊന്നും ഗ്രൂപ്പില്ലാത്ത ആളാ. എല്ലാരും ഗ്രൂപ്പിലുണ്ട്? ഇല്ല. ഞങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ നല്ലൊരു ബോണ്ടിങ്ങിൽ എത്താൻ നോക്കാം ഫസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിനോട്ടൊരു പേടി മാറും കേട്ടോ. ഏറ്റവും നല്ലൊരു വഴിയാണത്. നിങ്ങൾ തമ്മില് പരസ്പരം കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ക്ലാസ്സിൽ കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലെ?
നമുക്ക് നമ്മൾ അത്രയും ക്ലോസ് ആയവരുടെ മുന്നിലൊക്കെ എന്ത് പൊട്ടത്തരം വിളിച്ച് പറയാനും ഒരു പേടി ഉണ്ടാവില്ല. ശരിയല്ലേ? അല്ലെ? അറിയാത്തവരുടെ വരുമ്പോഴാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ വലിയ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതായിരിക്കാം. എനിക്ക് വേണ്ടത് നിങ്ങള് മാക്സിമം റെസ്പോണ്ട് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതന്നെയാ പറഞ്ഞത്. എല്ലാ ക്ലാസ്സിലും വന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ എക്സാം ഇല്ല. എക്സാം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നമുക്ക് ടോട്ടലി ഒരു കോൺഫിഡൻസ് ലെവലാണ്. നമുക്ക് ഒരു ഇന്റർവ്യൂവിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഫേസ് ചെയ്യാം, അല്ലെ? ആ രീതിയിലൊക്കെ ഉള്ളൊരു ക്ലാസ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് തരുന്നു. സോ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെന്റൻസ് എങ്കിലും പറയണം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഫ്ലുവന്റ് ആയിട്ട് എന്താണ് വെസ്റ്റേൺകാർ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഞാനിവിടെ ക്ലാസ് എടുത്തിട്ട് ഓക്കെ നിങ്ങൾക്ക് കൊണ്ട് അങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ അത് ഞാൻ നുണ പറയുന്നതാണ്. നിങ്ങൾ ഏത് കോഴ്സിൽ വേണമെങ്കിലും ജോയിൻ ചെയ്തോ, ഏത് ഇംഗ്ലീഷ് കോഴ്സ് ആണെങ്കിലും ജോയിൻ ചെയ്തോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ മിസ്. സോ മാക്സിമം മിസ് ഇടയ്ക്ക് പിന്നെ ഇംഗ്ലീഷില് ഞങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മതി. നിങ്ങൾ പറയുന്നുണ്ടോന്ന് മിസ് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ച ഒരെണ്ണം വേണ്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നേ? റെസ്പോണ്ട് ഇനി മിണ്ടാ മിസ്. ഇനി എല്ലാരും മിണ്ടും. പേടിച്ചിട്ടാണ്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് എന്നെ പേടിക്കുന്നു പറയുമ്പോ ഭയങ്കര കഷ്ടമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യസന്ധമായിട്ട് പറയാം. ടു ബി ഓണസ്റ്റ്, ഓണസ്റ്റ് ആയിട്ട് മറുപടി പറയണം. ഓക്കെ ആണോ? മലയാളമാണ്, ഇംഗ്ലീഷ് അല്ല. മലയാളത്തിൽ എല്ലാവരും സംസാരിക്കാലോ. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ എത്ര ക്ലാസ് എടുത്തു? അത്യാവശ്യം കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടല്ലേ? അപ്പോ ഇതുവരെ ഈ ക്ലാസ് എടുത്തതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താ തോന്നുന്നത്? ആസ് എ ടീച്ചർ, ഹൗസ് മൈ ടീച്ചിങ് ഫോർ യു? എന്തും പറയാം, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, എനിത്തിങ്. ഓരോരുത്തരുടെ പറയാം. നല്ല മിസ്സാണ്, ഫ്രണ്ട്ലി ആണ്, പിന്നെ ടീച്ചറോട് എന്തും സംസാരിക്കാം, എന്തും ചോദിക്കാം, പേടിയില്ല. നല്ല പോലെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ടീച്ചർ. ഓക്കെ, ഇനി എത്ര ഒപ്പീനിയൻ? നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി ആർക്കൊന്നും പറയാനില്ലേ? ഇത്രയും മോശമാണോ ഞാൻ? എല്ലാരും പറയണം. എല്ലാരും പറയണം. പക്ഷെ എല്ലാവരും ഒപ്പീനിയൻ കേൾക്കണം. ഞങ്ങൾ ഇംഗ്ലീഷ് പറയാൻ മിസ് കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സത്യം. പിന്നെ വേറൊന്നും പറയാനില്ലേ? ചിന്നു എന്തോ പേര് വിളിക്കും മിസ്. പേര് വിളിച്ചിട്ട് ആരും മിണ്ടിയില്ല. ക്ലാസ് നന്നായിട്ട് എടുക്കുന്നുണ്ട്. എന്തോ മിസ് ക്ലാസ് നന്നായിട്ട് എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നീ ആരാ? ഗോപിക പറയൂ. മിസ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മളാരും അതിലോട്ട് വരുന്നില്ല. ഇനി നമ്മൾ സംസാരിക്കും എല്ലാരും. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല.
ഓക്കെ, നല്ല ഒപ്പീനിയൻ ആണ് എന്നെ കുറിച്ച്. അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തിനാണെന്ന്. ഇത്രയും ഫ്രണ്ട്ലി ആണ്, എന്നോട് എന്ത് സംസാരിക്കാം. പക്ഷെ ക്ലാസ്സിൽ വരെ ഇതൊന്നും കാണിക്കുന്നില്ല. അത് മടിയായിട്ടാണ് മിസ്. എല്ലാവർക്കും ഒരു മടിയുണ്ട്, അത് മാറ്റണം. മടി മാറ്റണം. മടി കൊണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല കേട്ടോ. മടി നമ്മുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, നിങ്ങൾ മാറ്റാം. ഇനിയെങ്കിലും മാറണ്ടേ? ഇത്ര വർഷമായല്ലേ കോഴ്സ്, നമ്മുടെ സ്കൂള് കോളേജ് എല്ലാം കഴിഞ്ഞ് ഒരു ഇത്രയും അത്യാവശ്യം ഗ്യാപ്പ് എടുത്തിട്ടാണ് നിങ്ങൾ കോഴ്സിന് വന്നിരിക്കുന്നത്. എന്തിനാ വന്നേ? ഒരു ജോലിക്ക് വേണ്ടി, കുറച്ച് മാറ്റം അല്ലെ, വീട്ടില് ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആകാൻ. ഇല്ല, ശരിയാണോ? അല്ലെ? പിന്നെ മൊത്തത്തിൽ നമുക്ക് മാറാലോ. ടീച്ചർ പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോ അവർ ഇംഗ്ലീഷിലല്ലേ ചോദിക്ക, അപ്പൊ അതിനെ പറ്റി കുറെ പറഞ്ഞു തരണട്ടെ മിസ്. അതെങ്ങനെ ഇന്റർവ്യൂവില് എന്തൊക്കെ ചോദിക്കും? ഞാൻ കുറെ കുട്ടികളടുത്ത് ചോദിച്ചു, അപ്പൊ അവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. എന്നാലും ഒരു വേഗം വേഗം പറയണമെന്നൊന്നുമില്ല, പതുക്കെ പറഞ്ഞാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ മിസ്. പറയാം. ആദ്യം ക്ലാസ്സിൽ ഇരുന്ന് ഇവിടെ നിന്ന് സംസാരിക്കും. ഓക്കെ, കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കുറെ പഠിക്കാനുണ്ട്. ഗ്രാമർ ആണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, എന്റെ ഒപ്പം നിൽക്കുക, നന്നായിട്ട് സംസാരിക്കുക, കാഷ്വലായിട്ട് സംസാരിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറുമ്പോ ബാക്കി എല്ലാ ക്ലാസ് പോലെയല്ല, കുറച്ച് റിലാക്സ് ചെയ്ത്. മറ്റെല്ലാം തിയറീസ് നിങ്ങൾ പഠിക്കണം, മസ്റ്റാണ്, പഠിക്കണം. അപ്പൊ പഠിക്കേണ്ടതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക. അല്ലെ? ക്ലാസ്സിൽ അങ്ങനെയാണ്, വേറെ ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിയല്ലേ? ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെന്റ് ആണ്. നന്നായിട്ട് സംസാരിക്കാം, എന്തെങ്കിലുമൊക്കെ പറയാം, ക്ലാസ് എടുക്കാം. നമുക്ക് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗെയിമിലൂടെയൊക്കെ നമുക്ക് പഠിക്കാം. കൂളായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇത് സുഖാലേ? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ടഫ് ലാംഗ്വേജ് ആണെന്ന് എല്ലാവരും പറയുന്നു, അല്ലേ? ടഫ് എന്തോ ലാംഗ്വേജ് ടഫായിട്ടല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആക്കാൻ പറ്റാണ് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അത്രയും ടഫായിട്ട് തോന്നുന്നത്. ടോട്ടലി മാറാം. ലൈഫിൽ നിന്ന് മടി മാറ്റണം, ടെൻഷൻ മാറ്റണം, പേടി മാറ്റണം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത മാറ്റാം. കോൺഫിഡൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ മാറ്റേണ്ടത് മാറ്റണം. ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഇൻക്രീസ് ചെയ്യേണ്ടത് എന്താണ്? പക്ഷെ ഞാൻ യൂസ് ചെയ്യേണ്ടത് കോൺഫിഡൻസ് ലെവലാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യം അല്ലേ? അല്ലെ? ഇപ്പൊ നിങ്ങളോട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞു. ഓക്കെ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു, അറിയില്ലെങ്കിൽ സംസാരിക്കും. എന്തുകൊണ്ടാണ്? കോൺഫിഡൻസ് ഉണ്ട്. തെറ്റോന്നുള്ള പേടി വേണ്ട, തെറ്റാണ് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് പൊട്ട തെറ്റാണ് എനിക്ക് തന്നെ അറിയാം, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാൻ തെറ്റിലൂടെ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, നമ്മള് ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാനും മിസ്റ്റേക്സിലൂടെയാണ്. പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ. ആരും പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യവും പഠിച്ചിട്ടില്ല. മിസ്റ്റേക്സിലൂടെ മാത്രമേ നമ്മൾ എന്തൊരു കാര്യവും പഠിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പൊ തെറ്റും എന്നുള്ള പേടി വേണ്ട. തെറ്റും ഉറപ്പാണ്, ഷുവറാണ് തെറ്റും. തെറ്റിയാലും പറയണം. നമ്മൾ എവിടെയെങ്കിലും വീണാലും അവിടെ വീണോടത്ത് കിടക്കുവോ? ഇല്ലല്ലോ, അവിടെ എനിക്ക് പോകൂലേ? എന്തായാലും വീണു, ഒന്നവിടെ കിടക്കാനും പറഞ്ഞ് കിടക്കുവോ നിങ്ങള്? ഇല്ല, ഒരിടത്ത് എനിക്ക് പോണം. ശരിയല്ലേ?
ഇതൊക്കെ പറയുന്നതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകുമോ? ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ് നിങ്ങള്. മാറ്റം വരും നിങ്ങൾക്ക്, മാറ്റം വരും. ഇത്ര ടൈം വെറുതെ പോയി. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്തിനാ ചേർന്നാണ് അല്ലെ? കാരണം ഓരോരുത്തർ സംസാരിക്കുന്ന തോറും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആണത്. ഓക്കെ, സജിത സംസാരിച്ചു, അപ്പൊ എനിക്കും സംസാരിക്കണം. സജിത ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചു, അപ്പൊ എനിക്കും സംസാരിക്കണം. അതേപോലെ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോ വീണ്ടും പഴയതുപോലെ ആകരുത് കേട്ടോ. എനിക്ക് ഇല്ല, ഞങ്ങൾ മാറി മിസ്സേ, ഇന്നത്തോടെ ഞങ്ങൾ മാറി. മിസ്സിനോട് എന്തും പറയും, ഫ്രണ്ട്ലി ആണ്, നമ്മള് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അങ്ങനെ പറയാം, നമ്മള് ഫ്രണ്ട്സ് ആണ്. ടീച്ചർ വേണ്ട, ഫ്രണ്ട് മതി. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ, സെറ്റാണ്. അപ്പൊ നമുക്കിനി പഠിക്കാൻ സമയമൊന്നുമില്ല, ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇനി നമ്മൾ പ്രപ്പോസിഷൻ പഠിച്ചു, അത്യാവശ്യം ബേസിക് പഠിച്ചിട്ടുണ്ട്. നമുക്കിനി ടെൻസിലേക്ക് പോവാം. ടെൻസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ടഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയ ഒരു പോർഷൻ ആണ് ടെൻസ്. എല്ലാവർക്കും പേടിയുണ്ട് ടെൻസ് എന്ന് കേൾക്കുമ്പോൾ. ഗ്രാമർ ഏറ്റവും ഇമ്പോർട്ടന്റ് ടെൻസ് ആണ് അല്ലെ? എനിക്ക് ടെൻസ് ഒന്നും അറിയില്ല മിസ്സേ എന്നാണ് എല്ലാവരും പറയാം. എനിക്ക് ടെൻസ് അറിയില്ല അല്ലെ? നമുക്ക് പഠിക്കണ്ടേ ടെൻസ്? യെസ് മാം. ടെൻസ് ഒന്നും അറിയാത്തവരാണ് എല്ലാവരും. കുറച്ചൊക്കെ അറിയാം മിസ്സേ. കുറച്ചൊക്കെ അറിയാം. ഓക്കെ, രണ്ടുപേര് ഇപ്പോഴും നോക്കി, ഇപ്പോഴും സംസാരിക്കുന്ന രണ്ടുപേരൊക്കെയാ, ബാക്കി ആരും കിട്ടുന്നില്ല. എന്താണിത്? ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. ടോട്ടൽ എത്ര പേരുണ്ട് മിസ്? ടോട്ടൽ എത്ര പേരുണ്ട്? 30 ഉണ്ടായിട്ട് രണ്ടാളെ മിണ്ടുന്നുള്ളൂ. 30 സ്റ്റുഡൻസ് ഉണ്ട്. എന്നിട്ട് സംസാരിക്കുന്ന അനീഷ്, ശാലിനി ആൻഡ് സജിത, സംടൈംസ് അഞ്ജന. ബാക്കി ആരും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഞാൻ ക്ലാസ് കേട്ടുണ്ടാവാ? പേരേഴ്സ് മാത്രമായിരിക്കും കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെൻസ് ആണ്. ടെൻസ് എങ്ങനെയാണ്? മൂന്ന് ടെൻസ് ഉണ്ടെന്ന് അറിയാലോ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, അതില് പ്രസന്റ് ടെൻസ്, ഓരോ ടെൻസിനും 3 ആക്ഷൻസ് വീതമുണ്ട്. പ്രസന്റില് 4 ആക്ഷൻസ് വീതമുണ്ട് കേട്ടോ. പ്രസന്റില് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. അതുപോലെ ഈ 3 ടെൻസിലും പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതുപോലെ 3 ടെൻസിലും 4 ആക്ഷൻസ് വീതമുണ്ട്. സോ നമ്മൾ ടോട്ടൽ പഠിക്കുന്ന ടെൻസ് 12 ആണ്. 12 ടെൻസസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഡെയിലി നമ്മുടെ ഡേ ടു ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സംടൈംസ് പാസ്റ്റ് നമ്മൾ പറയും. ഓക്കെ, ഇതിൽ കഴിഞ്ഞ പോയ കാര്യങ്ങൾ പറയുന്നെങ്കിൽ പാസ്റ്റ് പറയണമല്ലോ. അതായത് പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മുടെ ഡേ ടു ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യാറില്ല. പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആവശ്യം വേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാ ടെൻസും നമ്മൾ അതിന്റെ സ്ട്രക്ചർ ആണെങ്കിലും അതെങ്ങനെ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, സോ മാക്സിമം നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം റെക്കോ ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. കാരണം ഒരുപാട് ഇന്ററാക്ഷനും പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് റെക്കോ ക്ലാസ് കാണുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, ബോറിംഗ് ആയിരിക്കും. കാരണം റെക്കോ ക്ലാസ് കാണുന്നവർക്ക്. ഓക്കെ, പക്ഷെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ ചോദിക്കാം, അത് ക്ലിയർ ചെയ്യാം. അപ്പൊ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക. സപ്പോസ് ഇനി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോ ക്ലാസ് കാണാം, കണ്ടിട്ട് എന്തെങ്കിലും പോർഷൻ മനസ്സിലായില്ല എന്ന് വയ്ക്കുക. ഓക്കെ, സോ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അത് ഡൗട്ട് ക്ലിയർ ചെയ്യാം.
ഓക്കെ, കാരണം ഡൗട്ട് വെച്ചിട്ട് വേറെ അടുത്ത പോർഷനിലേക്ക് പോകരുത്. കാരണം ഇപ്പൊ ഞാൻ പഠിച്ച പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ ഡൗട്ട് ഉണ്ട്. ഓക്കെ, എന്നാ അത് ഡൗട്ട് ചോദിക്കേണ്ട എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ഞാൻ പാസ്റ്റിലേക്ക് പോകും. അപ്പോ പ്രസന്റ് ടെൻസ് മനസ്സിലാവാതെ പാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് പാസ്റ്റും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്യാം. മാക്സിമം ക്ലിയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും അതില് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സെന്റൻസ് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലാതെ മിസ് എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, മിസ് എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയാം. എന്നാൽ മാത്രമേ നമുക്ക് അത് ഓവർകം ചെയ്തിട്ട് ടെൻസ് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരാണ്. പെട്ടെന്ന് അത് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുന്നില്ല. ഓക്കെ, ഇനി അങ്ങനെ രജിസ്റ്റർ ആയില്ല, ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, എന്നിട്ട് മനസ്സിലായിട്ടില്ല, 3ാമത്തെ പ്രാവശ്യം ചോദിക്കണമെങ്കിൽ ഈ മിസ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചായിരിക്കണ്ട കേട്ടോ. മിസ് ഒന്നും വിചാരിക്കില്ല, ഞാൻ ഒന്നും വിചാരിക്കില്ല. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഇഷ്ടവും അത് തന്നെയാണ്. കാരണം പഠിക്കുന്ന ഒരാൾക്കാണ് ഡൗട്ട് വരാം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കും പഠിക്കുന്ന ആൾക്കും ആണ് ഡൗട്ട് വരാം. അല്ലാത്തവർക്ക് ഡൗട്ട് വരില്ല, കാരണം അവർ ശ്രദ്ധിച്ചിരിക്കുന്നില്ലല്ലോ. മനസ്സിലായി? ഇനിയും പഠിക്കണം, ഇനി കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെയാണ് ഡൗട്ട് വരാൻ. അപ്പൊ അത് ചോദിക്കുന്നത് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിൽ ചിലപ്പോൾ മാറ്റം വരാം. അതായത് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. സോ നിങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഓക്കെ മിസ് എനിക്ക് മനസ്സിലായി. മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ എന്തെങ്കിലും അതിനിടെ ഡൗട്ട് ചോദിച്ചു എന്ന് വിചാരിക്കും, മിസ് ഇത് അങ്ങനെയല്ലേ മിസ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം തന്ന എക്സ്പ്ലനേഷനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഗുണം? കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും അല്ലെ? അപ്പൊ ഡൗട്ട് ചോദിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. മാത്രമല്ല, ഇപ്പൊ ഞാനൊരു ക്ലാസ് എടുത്തു, ഒരു ടെൻസ് ഞാൻ എടുത്തു, അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇംഗ്ലീഷിലല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഞാൻ ആ ക്ലാസ്സിൽ എടുത്തത് അത് നിങ്ങൾ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യണം. ഓക്കെ, മിസ് എന്തെടുത്തത് പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്, എനിക്ക് ആ പ്രസന്റ് ടെൻസ് ഇങ്ങനെയാണ് മനസ്സിലായത്, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ടോപ്പിക് പ്രസന്റ് ചെയ്യാം. അങ്ങനെ എല്ലാവരും ചെയ്യുമ്പോ ഇനി മനസ്സിലാവാത്തവർക്ക് അത് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. പറയുന്ന ആൾക്ക് നിങ്ങൾക്ക് കൂടെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. മനസ്സിലായോ? നമ്മൾ ഒരു ടോപ്പിക് എന്തെങ്കിലും ഒരു ടോപ്പിക് ഞാൻ ക്ലാസ്സിൽ തരുന്നത് കേട്ടിരിക്കുന്നത് പോലെയല്ല, അത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് കയ്യിലെടുത്ത് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും മനസ്സിലായിട്ടല്ലേ അല്ലെ? ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് അത്ര സിമ്പിൾ ആയ ഒരു പ്രൊസീജിയർ അല്ല. കാരണം നമ്മൾ ഒരുപാട് അത് റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ പഠിപ്പിച്ച ടോപ്പിക്, ഞാൻ പഠിപ്പിച്ചു തരുന്ന ടോപ്പിക്ക് നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ട എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് മനസ്സിലാവും, അതിനെക്കുറിച്ച് നല്ല ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട്, അത് ഒരിക്കലും മറക്കേമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെക്കുക. സോ നന്നായിട്ട് എന്താണ് ടോട്ടലി ചേഞ്ച് ആയിട്ട് വേണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. ഓക്കെ, ഇത് ഇഷ്ടമല്ല തെറ്റാണല്ലോ. ഓക്കെ മിസ്. ടോപ്പിക് വേണോ? നിങ്ങൾ സംസാരിക്കോ? ടോപ്പിക് ഒന്ന് തന്നാൽ ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് സംസാരിക്കോ? ഉറപ്പാണോ? ഓക്കെ, ടോപ്പിക് തരാം. നിങ്ങൾ ആദ്യം ടോപ്പിക് തരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതിയാൽ മതി കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കി എഴുതണ്ട. നോക്കിക്കോ, അതിന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതി വെക്കാം. തിരിച്ചാലും കുഴപ്പമില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് വിഷയമേ അല്ല. ഓക്കെ, എഴുതി വെക്കുക. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നോട്ട്ബുക്കിൽ നോക്കാണ്ട് ഇവിടെ സംസാരിക്കുക. പറ്റുകയാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ഫേസ് ടു ഫേസ് സംസാരിക്കാം. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം, നിർബന്ധമില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. കോൺഫിഡൻസ് ലെവൽ കൂടാൻ ഏറ്റവും നല്ലൊരു വേ ആണത്. ഓക്കെ, സോ ടോപ്പിക് കോൺഫിഡൻസ് ആണ് ടോപ്പിക്. കോൺഫിഡൻസ്
ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടോപ്പിക് കോൺഫിഡൻസ്. ഓക്കെ, Okay. yeah. Okay, that is my today's class. Okay, thank you all. See you on the next class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.